ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കിയാലോ. പിന്നെ ഞാൻ രണ്ട് രീതിയിൽ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ചിക്കൻ വേവിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വന്ന ചിക്കൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗിയുടെ ക്യൂബ് എടുത്തിട്ട് അത് വെള്ളത്തിലേക്ക് കലക്കിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ചിക്കൻ്റെ കൂടെ മാഗി ക്യൂബ് ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള എല്ലോട് കൂടിയിട്ടുള്ള ഒരു 6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് 6 കപ്പ് വെള്ളം ഒഴിച്ചല്ലോ. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്ക് ഏകദേശം ഒരു 3 കപ്പ് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കിട്ടും. ഇനി ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്ക് 2 പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 2 പീസാണല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ട്, 2 കഷ്ണം ഇട്ടാലൊന്നും ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് പിന്നെ മീഡിയം ഹീറ്റിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കട്ടോ. ഇത് അരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ സ്റ്റോക്കാണിത്. കറക്റ്റായിട്ട് 3 കപ്പുണ്ട്. ഇനി ഇത് നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ 1/2 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ നമുക്കൊന്ന് പേസ്റ്റ് ആക്കാനുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചിക്കൻ സ്റ്റോക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ബോയിലാവട്ടെ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചേക്കണല്ലോ, അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് നന്നായി മിക്സ് ആയതിന് ശേഷം ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവറും സ്വീറ്റ് കോൺ പേസ്റ്റ് എല്ലാം കൂടി ആയപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ടയുടെ വൈറ്റ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നൂല് പോലെ ഒഴിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കൈവച്ച് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ പിച്ചെടുക്കുക. ഇപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിലെടുത്തിട്ടുണ്ടെങ്കിൽ 3 പേർക്ക് കഴിക്കാനുള്ള സൂപ്പുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ട, ചിക്കൻ മാത്രം വേവിച്ച് അതിൻ്റെ സ്റ്റോക്ക് എടുത്താൽ മതി. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.